ചെമ്പനീർ പൂവിൻ്റെ ഒരു അട്ടിപ്പൊളി പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. പ്രൊമോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ പ്രൊമോ വീഡിയോയിലേക്ക് പോകാം. പ്രൊമോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി നടന്നു പോവുകയാണ്. അപ്പോൾ സാരിയുടെ പ്ലീറ്റ്സ് നമ്മുടെ മീര പിടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ സുധി അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് സുധി മീരയോട് മാറാൻ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ സുധി സാരിയുടെ അടിയിലത്തെ പ്ലീറ്റ്സൊക്കെ കറക്റ്റ് ചെയ്തിങ്ങനെ പിടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിയുടെ കാറിൽ നവീൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നവീൻ ഇങ്ങനെ ഫോണിൽ ഓരോരുത്തരടുത്തായിട്ട് വിളിച്ചിട്ട് ശ്രുതിയുമായിട്ടുള്ള ആ സംഭവങ്ങളെന്ന് പറഞ്ഞാൽ അതല്ല, ഞാൻ ഇന്ന് ഇത്രയും ദിവസം വരെ ഞാൻ ഫോണിലും അല്ലാതെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ ഒരുത്തി, അവളുമായിട്ടുള്ള ഇന്നെൻ്റെ ആഗ്രഹം തീരുകയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ കുറച്ച് മോശമായിട്ടുള്ള രീതിയിലൊക്കെ നമ്മുടെ നവീൻ സംസാരിക്കുകയാണ്. ഇതൊക്കെ വളരെ അരോചകമായിട്ട് നമ്മുടെ സച്ചി കേട്ടുകൊണ്ടിരിക്കുകയാണ്. സച്ചിക്ക് വളരെ ഇഷ്ടപ്പെടുന്നില്ല അത് കേട്ടിട്ട്. സച്ചിക്ക് ശരിക്കും അതൊരു അരോചകമായിട്ട് തന്നെ തോന്നുകയാണ്. അങ്ങനെ സച്ചി വണ്ടി ഓടിച്ചുകൊണ്ടേ പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ ശ്രുതിയെയും കൂട്ടിയിട്ട് മണ്ഡപത്തിനകത്തേക്ക് വരികയാണ്. കല്യാണം കഴിക്കാനായിട്ട് റെഡിയായിട്ട് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നടന്നു വരികയാണ്. അപ്പോൾ അതേ സമയത്ത് വീണ്ടും കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സച്ചി ഇങ്ങനെ കാറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും നവീൻ ഈ ശ്രുതിയെ പറ്റിയിട്ട് അയാളുടെ ഫ്രണ്ടിനെയൊക്കെ വിളിച്ചിട്ട് സംസാരിക്കണം, ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. ശ്രുതിയെ പറ്റിയിട്ട് പറയുകയാണ്, ഇന്ന് കുറേ ദിവസമായിട്ട് ഞാൻ അവളുടെ പിന്നാലെയായിരുന്നു. എനിക്കൊരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അന്നൊക്കെ അവൾ എനിക്ക് വഴങ്ങി തന്നിട്ടില്ല. പക്ഷേ ഇന്ന് അതിനുള്ളൊരു സാഹചര്യം ഒത്തു വന്നിരിക്കുകയാണ്. ഞാൻ എന്തായാലും അവളെയും കൂട്ടിയിട്ടേ വരൂ എന്നൊക്കെ നമ്മുടെ പറയുകയാണ് നമ്മുടെ നവീൻ. ഇത് കേട്ടിട്ട് നമ്മുടെ സച്ചിക്കാണെങ്കിൽ തീരെ സഹിക്കുന്നില്ല. അങ്ങനെ സച്ചി പലക കടിച്ചു പിടിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാണ്. അതേസമയം വിവാഹ മണ്ഡപത്തിൽ നമ്മുടെ ശ്രുതിയെയും കൊണ്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂടി മണ്ഡപത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞു. അവർ ഒരുമിച്ച് ഇരിക്കാനായിട്ട് ഇരുന്നു കഴിഞ്ഞു. അപ്പോഴത്തേക്ക് മേളമൊക്കെ മുഴകയാണ്. നാദസ്വരമൊക്കെ അങ്ങ് നല്ല തകൃതിയായിട്ട് നാഗസ്വരമൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ചന്ദ്രമതിക്ക് സന്തോഷമാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ വയ്യ. അതുപോലെ ഭാമയുണ്ട്, അതുപോലെ രവീന്ദ്രൻ സംഭവമൊക്കെ അറിയാം, ശ്രുതിയെ പറ്റിയിട്ടുള്ള കാര്യമൊക്കെ അറിയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് നമ്മുടെ ശ്രുതി വിളിക്കുമ്പോൾ നമ്മുടെ രവീന്ദ്രനാണല്ലോ കോൾ എടുത്തത്. അതുകൊണ്ട് രവീന്ദ്രന് മരുമകളെ കുറിച്ചിട്ടുള്ള മുൻധാരണകളൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനെ അറിയാം. പക്ഷേ എന്നാലും ആ വിവാഹ മുഹൂർത്ത സമയത്ത് മുഖമൊന്നും കറുപ്പിച്ച് കാണിക്കാതെ എല്ലാവർക്കും ഒപ്പം നല്ല ജോളിയായിട്ട് തന്നെയാണ് രവീന്ദ്രൻ നിൽക്കുന്നത്. ആ സമയത്തിന് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് പാഞ്ഞുകൊണ്ട് വരികയാണ്. എന്നിട്ട് സച്ചി പറയണം, മതി മേളമൊക്കെ നിർത്ത് എന്നിങ്ങനെ സച്ചി പറയുകയാണ്. പക്ഷേ മേളക്കാർ നിർത്തുന്നില്ല. അപ്പോൾ സച്ചി പറയണം, നിർത്താനല്ലേ നിൻ്റെയൊക്കെ കൂടെ പറഞ്ഞത്, നിർത്തിനടാ എന്നിങ്ങനെ സച്ചി പറയുകയാണ്. അങ്ങനെ അപ്പം തന്നെ മേളം നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല. ചന്ദ്രമതി വിചാരിക്കുകയാണ്, ഇവനിതെന്തൊരു പണ്ടാറടങ്ങാൻ കാണിക്കുന്നു എന്നുള്ള രീതിയിൽ ചന്ദ്രമതി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് സച്ചി പറയാണ്, വിവാഹം നടത്താൻ വരട്ടെ, അതിനു മുമ്പ് ഒരു ചടങ്ങ് ബാക്കിയുണ്ട്, കുറച്ച് സമയം ഇൻ്റർവെൽ കൊടുക്കൂ എന്നിങ്ങനെ പറയുകയാണ്. സച്ചി പറയാണ്, കുറച്ച് സമയം ഇൻ്റർവെൽ കൊടുക്കൂ, കുറച്ച് കാര്യങ്ങളുണ്ട് സംസാരിക്കാനായിട്ട്, അതിനുശേഷം തീരുമാനിക്കാം കല്യാണം നടക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യം എന്നിങ്ങനെ സച്ചി പറയുകയാണ്. അത് പറയാനൊരു കാരണമുണ്ട്. നവീൻ ഇങ്ങനെ ശ്രുതിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ സച്ചിയോട് നവീൻ പറയുന്നുണ്ടായിരുന്നു, താൻ വണ്ടി കുറച്ച് സ്പീഡിൽ പൊയ്ക്കോ, ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം നടക്കാൻ പോവുകയാണ്. ഇന്ന് ഒരു പെൺകുട്ടിയെ ഞാനിന്ന് സ്വന്തമാക്കാൻ പോവുകയാണ്. അവളുടെ ഫോട്ടോയൊക്കെ എൻ്റെ കൈവശമുണ്ട്, തനിക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം പിന്നീട്. പറയുന്ന സമയത്തിന് കുറച്ച് മുമ്പെങ്കിലും നീ എന്നെ ആ സ്ഥലത്ത് കൊണ്ടെത്തിക്കുകയാണെങ്കിൽ നീ ചോദിക്കുന്നതിൻ്റെ ഡബിൾ പൈസ ഞാൻ നിനക്ക് തരും എന്നിങ്ങനെ സച്ചിയോട് പറയുകയാണ്. അപ്പോൾ സച്ചി ഒരു പക്ഷേ ശ്രുതിയുടെ ഫോട്ടോ കണ്ടിരിക്കണം, അതുകൊണ്ടായിരിക്കണം സച്ചി അവിടെ വന്നിട്ട് ഈ രീതിയിൽ സംസാരിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ നവീനിനെ പഞ്ഞിക്ക് ഇട്ടിട്ടുണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡ് വരെ കാത്തിരിക്കണം, എന്നാൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നിഗമനങ്ങളിലൂടെ നമുക്ക് തോന്നുന്നതൊക്കെ പറഞ്ഞാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് നാളെ എപ്പിസോഡ് വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് അതിൽ നിന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, പലർക്കും തോന്നിയിട്ടുണ്ടാവും ഞാൻ എന്താണ്
റിവ്യൂ വരാൻ താമസിക്കുന്നതെന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ മഴയിലൊക്കെ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് കറണ്ടൊന്നും പകൽ ശരിക്കും ഇല്ല. കറണ്ട് ഇല്ലാത്തതിൻ്റെ ആ ഒരു പേരിൽ ശരിക്കും നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം വൈഫൈ കണക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കറണ്ട് ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് താമസം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ശരിക്കും പറയുകയാണെങ്കിൽ മിക്ക ദിവസവും ഇപ്പോൾ 5 മണിയൊക്കെ കഴിയുമ്പോഴാണ് ശരിക്കും കറണ്ട് വരുന്നത്. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ വന്നും പോയും കാലാവസ്ഥ അതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ വരാൻ താമസിക്കുന്നത്. ഇന്നെൻ്റെ സബ്സ്ക്രൈബറിൽ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മൗനരാഗത്തിൻ്റെ എപ്പിസോഡ് എവിടെ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മൗനരാഗത്തിൻ്റെ എപ്പിസോഡ് നാളെ രാവിലെ, അതായത് 20-ാം തീയതി രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും. അതുപോലെ തന്നെ ഈ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡുകൾ എല്ലാം ഇനി കറക്റ്റ് വീഡിയോ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറണ്ടും സംഭവങ്ങളും ഒക്കെ കറക്റ്റായി വന്നാൽ മാത്രമേ പറ്റുള്ളൂ. കാരണം എന്താണ്, കറണ്ട് മിന്നി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതൊക്കെ സമയത്തൊക്കെ വീഡിയോ ശരിക്കും വരാൻ പറ്റത്തില്ല. അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെയുള്ള താമസങ്ങളൊക്കെ വരുന്നത്. എന്ത് തന്നെയാണെങ്കിലും കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഞാൻ അതാത് എപ്പിസോഡുകൾ ഇന്ന് ഒരു പക്ഷേ ഇടാൻ പറ്റിയില്ലെങ്കിൽ നാളെ രാവിലെ എങ്കിലും അത് ഞാൻ ഉറപ്പായിട്ട് ഇട്ടിരിക്കും. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ നമ്മൾ തഴഞ്ഞു കളയരുത്. വീഡിയോകളൊന്നും കറക്റ്റ് എത്തുന്നില്ല. അല്ലെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ആകാംക്ഷയുടെ കാല് ചൊറിയുന്നു ആകാംക്ഷയുടെ മുൾമുനയിലായിരിക്കും. ഇന്നലെ കണ്ടതിൻ്റെ ബാക്കി എപ്പിസോഡ് ഇന്ന് എന്തായി എന്നറിയാനുള്ള ആ ഒരു ത്വര എല്ലാവരിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സന്തോഷത്തിലായിരിക്കും എല്ലാവരും റിവ്യൂ കാണാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത്. പക്ഷേ അപ്പോൾ സമയത്ത് കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു വിഷമമൊക്കെ തോന്നിയിരിക്കാം. പക്ഷേ എന്ത് ചെയ്യാനൊക്കും, എൻ്റെ നിസ്സഹായ അവസ്ഥ എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഇനി എന്തായാലും ബാക്കി എപ്പിസോഡുകളുടെ റിവ്യൂ ഒക്കെ ആയിട്ട് നേരത്തെ എത്താനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടും പ്രൊമോ വീഡിയോയുമായിട്ടൊക്കെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.